അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അതിന് പ്രധാനമായും നമുക്ക് ആവശ്യമുള്ള 2 സാധനങ്ങൾ കോഴിമുട്ടയും ബ്രെഡുമാണ്. ആദ്യം തന്നെ 2 കോഴിമുട്ട എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 1 സ്പൂൺ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മുട്ട അടിച്ച് എടുക്കേണ്ടതുണ്ട്. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൽ സ്വാഭാവികമായി കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് മുട്ടയിൽ ചേർക്കുന്നത് കുറച്ച് ചേർത്താൽ മതിയാവും. അധികം ഉപ്പ് ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. 2 മുട്ട ചേർത്ത് നന്നായി മിക്സാവുന്നത് വരെ നന്നായി ഇളക്കി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടിയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഇതാക്കി കൊടുക്കേണ്ടതുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമായിരുന്നു ഇത് വാങ്ങുമ്പോൾ. ഇപ്പം നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ചെറുങ്ങനെ എണ്ണ ചേർത്ത് ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച മുട്ട പാനിലേക്ക് ഒഴിച്ച് നമ്മുടെ പാത്രത്തിന് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ചുഴറ്റിയെടുക്കുക. പാത്രം ഫുള്ള് കവറാവുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ ഇതാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിൽ ഒന്ന് വെച്ച് വെക്കുക. മേൾഭാഗത്തൊന്ന് മുക്കി തിരിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അത് ബ്രെഡിൻ്റെ മുകൾഭാഗവും ഇത് കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് മറ്റ് സാധനങ്ങളൊന്നും ആവശ്യമില്ല. മുളക്, ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേര പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാൻ കുരുമുളക് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടി എനിക്ക് തരേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രെഡ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ സൈഡിൽ കൂടെ നമ്മൾ ഇതെടുത്തിട്ട് ഇതുപോലെ മടക്കി എടുക്കേണ്ടതുണ്ട്. 4 ഭാഗത്തും ഒന്ന് മടക്കിയെടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇത് തിരിച്ചിടേണ്ടതുണ്ട്. തിരിച്ച് ഇട്ട് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പലഹാരമാണ് ബ്രെഡ് ഓംലെറ്റ്. നിങ്ങൾ ആ സൈഡിൽ കാണുന്ന പാത്രത്തിലുള്ളത് പാലാണ്. നമ്മൾ വീട്ടിൽ പശു പാല് ഒക്കെ ഉള്ളത് കൊണ്ട് വൈകുന്നേരത്തെ പാല് നമ്മൾ സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ മോരുണ്ടാക്കാൻ വേണ്ടി ചൂടാക്കി തണിയാൻ വേണ്ടി വെച്ചതാണ് ആ കാണുന്നത്. അത് മോരുണ്ടാക്കുന്നതും നെയ്യ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നീട് ബാക്കിയുള്ളത് അതുപോലെ മുട്ടകളൊക്കെ ചേർത്ത് വീണ്ടും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം പലഹാരമായിട്ട് നമ്മളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.